ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പം നല്ല മഴയൊക്കെയാണ്, ഇനി നല്ല മഴ വരാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പോൾ ആ ഒരു മഴ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചക്കയൊക്കെ ഒന്ന് വറുത്ത് വെച്ചാലോ. നല്ല മഴയുള്ള സമയത്ത് നല്ല കട്ടൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചക്ക വറുത്തതൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചക്ക വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരുപാട് മൂക്കാത്ത ഏതാ മൂപ്പുള്ള ചക്കയാണ് കേട്ടോ ശരിക്കും കറക്റ്റായിട്ട് ഉണ്ടാവാനല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചിപ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കട്ടിയുള്ള ചുളയും മൂത്ത ചുളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള ചുള നോക്കിയെടുക്കാൻ നോക്കുക. പിന്നെ ഒരുപാട് കട്ടിയില്ലാത്ത നല്ല തിന്നായിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, അത് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ച് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പം എല്ലായിടത്തും അത് സ്പ്രെഡ് ആയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചൂട് ഇങ്ങനെ നല്ലോണം ഉണ്ടാവും കേട്ടോ. ഗ്യാസ് പോലെ നമുക്ക് കുറക്കും കൂട്ടൊന്നും വേണ്ട, കാരണം ഇത് അത്യാവശ്യം നല്ല ചൂടിൽ വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടി എളുപ്പം അടുപ്പായിട്ടാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതേപോലെ ചെറിയൊരു കുഴിയുള്ള ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ചക്കയൊക്കെ അതിൽ മുങ്ങിക്കിടക്കും കേട്ടോ. എല്ലാം നന്നായിട്ട് മുങ്ങിക്കിടന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഒന്ന് ഇട്ട് നോക്കുക, ചെറിയൊരു വിസിറ്റ് നോക്കുക, എന്നിട്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് എപ്പോഴാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുത്താൽ നമുക്കതെല്ലാം കൂടി ക്രിസ്പി ആയിട്ട് ആയി കിട്ടൂല കേട്ടോ. അപ്പൊ കുറച്ച് ഓയിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് എപ്പോഴും ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നോക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ആ ഒരു കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലും കഴിക്കാൻ രസം ഉണ്ടാവില്ല. ഏകദേശം ഒരു 8 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ആവും കേട്ടോ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ ഒരുപാട് തീ കത്തിക്കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. വേവാതെ നല്ല ക്രിസ്പി ആവാതെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തീയിൽ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. തീരെ തീ കത്താതിരുന്നാലും ഇതിങ്ങനെ വാടി കുഴഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പം നമ്മൾ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒന്നെടുത്ത് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ക്രിസ്പി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കളർ മാറ്റം കണ്ടില്ലേ, ഇത്രയും കളർ മാറിയാൽ മതി. ഇനി നമുക്ക് എടുക്കാം. ഇനി നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അതിന്റെ കളർ മാറി ഒരു കറുത്തൊരു കളർ വരും കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ രസം ഉണ്ടാവില്ല, ഒരു കയ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ബോക്സിലാക്കി വെക്കണേക്കാൾ ചില്ല് ബോക്സിലാക്കി വെക്കുകയായിരിക്കും ഒന്നും കൂടി സേഫ് ആയിട്ട് കുറേ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മഴ സമയത്ത് കഴിക്കാനും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഉള്ളിൽ കാറ്റ് കയറാതെ വേണം നമ്മൾ എടുത്തേക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ.